Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? അതിനകത്ത് നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ആ ബോക്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ്, ക്ലിനിക്കൽ പത്തോളജി. ഇത് കഴിഞ്ഞത് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പത്തോളജി. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം. നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവ മൂലം മനുഷ്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള, മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനം, അതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമുക്ക് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതൊക്കെ നമുക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അത് മൂലമുണ്ടാകുന്ന മൈക്രോബ്സ്, അപ്പൊ ആ സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനമാണ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വന്നത്. അതിനകത്ത് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ നമുക്ക് തിരിച്ചേക്കുന്നത് നോക്കിയേ: ബാക്ടീരിയോളജി, മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരാസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഓരോന്നും നമുക്ക് നോക്കാം. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞ എന്താ? ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ? ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നമുക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്? ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ബാക്ടീരിയ പേരിന്ന് തന്നെ നമുക്ക് എഴുതാം. ജസ്റ്റ് നേരെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ബാക്ടീരിയ എന്ന് എഴുതി വെക്കാം അവിടെ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. രണ്ടാമത്തെയാണ് മൈക്രോ ബാക്ടീരിയോളജി. ഇസ് ദ സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ ഇൻ ദ ജീനസ് മൈക്കോബാക്ടീരിയം. ഈ ബാക്ടീരിയയില് മൈക്രോ ബാക്ടീരിയം എന്ന് പറഞ്ഞ ഒരു ജീനസിൽ പെട്ട ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ഇസ് ദ സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ ഓഫ് ദ ജീനസ് മൈക്കോബാക്ടീരിയം. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. മൈക്രോബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഓഫ് ദ ജീനസ്. ഏത് ജീനിൽപ്പെട്ട മൈക്രോബാക്ടീരിയം എന്ന് പറയുന്ന ജീനിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം. ഇനി വൈറോളജി. വൈറോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വൈറസസ്, ദ സ്റ്റഡി ഓഫ് വൈറസസ്. അപ്പൊ എക്സാമിന് നമുക്ക് ചോദിക്കാം, ദ സ്റ്റഡി ഓഫ് വൈറസസ് ഈസ് കോൾഡ് ഡാഷ്. മൈക്കോളജി, വൈറോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി. എഴുതാലോ നിങ്ങൾക്ക്? പേരിൽ തന്നെ എഴുതാലോ. വൈറസസ്, സ്റ്റഡി ഓഫ് വൈറസസ്. നെക്സ്റ്റ് ആണ് മൈക്കോളജി. MYCOLOGY. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫംഗസ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് ഇത് മൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇസ് ദ സ്റ്റഡി ഓഫ് ഫംഗി. ഫംഗി എന്ന് പറഞ്ഞാൽ അത് പ്ലൂരൽ ഫോമിലാ പറയുന്നത് കേട്ടോ. പ്ലൂരൽ ആയിട്ട് ഫംഗസുകൾ. ഫംഗി, FUNGI. ഫംഗസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആവും, ഫംഗി എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. ഇനി അടുത്തത് പാരാസൈറ്റോളജി, ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. അത് ഇതിനൊക്കെ എഴുതാം നമുക്ക്. വേംസ്, മോസ്കിറ്റോസ് തുടങ്ങിയ പാരസൈറ്റുകളെ കുറിച്ചുള്ള പഠനം. പാരസൈറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ദെൻ അടുത്തത് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, രോഗപ്രതിരോധ ശേഷി ഉണ്ടല്ലോ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനമാണ് ഇമ്മ്യൂണോളജി. ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. The study of body's immune system. അടുത്തതാണ് സെറോളജി, ദ സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. ബ്ലഡിലെ സെറത്തെ കുറിച്ച് SCRUM.
the clear liquid part of the blood. ഇതാണ് സെറം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. The study of serum. 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 ഓരോന്നും കിട്ടിയില്ലേ? The study of bacteria, bacteriology. The study of the bacteria of the genus Mycobacterium. മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞ ജീനസിൽപ്പെട്ട ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം മൈക്കോബാക്ടീരിയോളജി. സ്റ്റഡി ഓഫ് വൈറസസ് ഈസ് കോൾഡ് വൈറോളജി. ദ സ്റ്റഡി ഓഫ് ഫംഗി, വൈറസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് is known as parasitology. Then study of the body's immune system, immunology. Serology, the study of blood serum. Clear ആണോ നോക്കിയേ? അതിന്റെ ഓരോന്നും ഇത് തരാട്ടോ നമുക്ക്. The study of bacteria is called a dash. The study of fungi is called a dash. The study of viruses അങ്ങനെ ഓരോന്നും തരാം. ഇനി അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ ആണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരദ്രവങ്ങളിലും കലകളിലും ഒക്കെ നടത്തുന്ന ഒരു ബയോകെമിക്കൽ പരിശോധനകളാണ്. ഇതിനകത്ത് രണ്ട് ടൈപ്പ് നമുക്ക് പറയുന്നുണ്ട്. ബയോകെമിക്കൽ അനാലിസിസ്, ഹോർമോണൽ അസീസ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഈ എൻസൈംസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് അതിനെ ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ബയോകെമിക്കൽ അനാലിസിസ് is the method of measuring the levels of various substances in the body. നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള സബ്സ്റ്റൻസുകൾ, അത് ഏതൊക്കെയാവാം? എൻസൈംസ് ആവാം, ലിപ്പിഡ്സ് ആവാം, പ്രോട്ടീൻസ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അതിന് നമ്മൾ പഠന വിധേയമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ നോക്കുന്നു. അതൊക്കെയാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹോർമോണൽ അസീസ് എന്ന് പറഞ്ഞ എന്താ? അപ്പൊ എന്താണൊക്കെ അവിടെ ഹോർമോണൽ അസീസ് എന്ന് പറഞ്ഞ ഏതാണ്? മെഷർ ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ ലെവല് മെഷർ ചെയ്യുന്നു. ഹോർമോൺ ആ പേരിൽ തന്നെ അറിയാം നമുക്ക്. ഹോർമോണൽ അസീസ് is the blood test that measure the level of hormones in the body. നമ്മുടെ ബോഡിയിലെ ഹോർമോണിന്റെ ലെവൽ അറിയുന്ന അത് എത്രയുണ്ട് അതറിയുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പൊ ആ 3 ബോക്സും നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ അല്ലേ? ബയോകെമിക്കൽ അനാലിസിസിൽ എന്താണ്? നമ്മുടെ പലതരത്തിലുള്ള സബ്സ്റ്റൻസുകൾ ബോഡിയിലുള്ളത്, എൻസൈംസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് തുടങ്ങിയവ അതിന് പഠന വിധേയമാക്കിയിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് രോഗങ്ങൾ എന്താണ് ഇതൊക്കെ അറിയുന്നതാണ്. ഇത് ഹോർമോണൽ അസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ ലെവല് മെഷർ ചെയ്യാണ്. ഇനി ഇവിടെ അടുത്തത് ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട് അതിൽ നിന്ന് കേട്ടോ. ഓരോന്നിന്റെയും സ്റ്റഡി ഏതാണോ അങ്ങനെ ചോദിക്കാം. ഇനി അടുത്തതാണ് ഒരു ഹൈറാർക്കിയാണ് ഇവിടെ തന്നേക്കുന്നത്. ഈ നമ്മുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പൊസിഷന് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകള്, ദെൻ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള്. അപ്പൊ അതിൽ നിങ്ങൾ പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും പഠിക്കണം കേട്ടോ. ഓരോരുത്തരും അവരുടെ പൊസിഷൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അവരുടെ ഹൈറാർക്കിയാണ് കേട്ടോ. ഫസ്റ്റ് അത് നോക്കിയിട്ടില്ല. ഈ ബോക്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് ആരുടെയെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാറുണ്ട് നമുക്ക്. ഈ ഒരു ബോക്സും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. ഫസ്റ്റ് ആണ് ഹൈറാർക്കിയിൽ നമ്മൾ ഏറ്റവും ടോപ്പില് ലബോറട്ടറി ഡയറക്ടർ ആണ് കിടക്കുന്നത്. ലബോറട്ടറി ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഇനി അക്കാദമിക് ക്വാളിഫിക്കേഷൻ നോക്കിയേ. ഡോക്ടോറിയൽ ഡിഗ്രി, MD PhD. Then sometimes a medical laboratory scientist ആകാം. ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്ത മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആവാം ഈ ലബോറട്ടറി ഡയറക്ടർ. അദ്ദേഹത്തിന് ഏത് ഡിഗ്രിയാണ്? MD യും PhD വേണം. MD PhD. ഇനി ലബോറട്ടറി ഡയറക്ടർ എന്താ ചെയ്യുന്നേ? ആ റെസ്പോൺസിബിലിറ്റീസ് പഠിക്കണം കേട്ടോ.
ഡിഗ്രി ഒന്നും ഇതങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഈ പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും എന്തായാലും പഠിക്കണം. ലബോറട്ടറി ഡയറക്ടർ എന്താ ചെയ്യുന്നത്? കൺട്രോൾസ് ആൻഡ് മാനേജ് ഓൾ ദ ഓപ്പറേഷൻസ് ആൻഡ് എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. കണ്ടോ, ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റി കെയർ അത് ഉറപ്പുവരുന്നതും ലബോറട്ടറി ഡയറക്ടറാണ്. എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആരുമായിട്ട്? വിത്ത് കൺസൾട്ടിംഗ് പതോളജിസ്റ്റ്. പതോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിലുള്ള ഇതിനകത്ത് നമ്മൾ ചോദിച്ചതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൺട്രോൾസ് ആൻഡ് മാനേജ് ഓൾ ദ ലാബ് ഓപ്പറേഷൻസ്. പറഞ്ഞ ഇതും നിങ്ങൾ അവിടെ ലബോറട്ടറി ഡയറക്ടർ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ആ ഒരു ബോക്സിൽ നിന്ന് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓരോന്ന് പഠിച്ചു പോവുക. ഏറ്റവും ടോപ്പിലാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുക, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്. അദ്ദേഹം പതോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രണ്ടാമത്തതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഡോക്ടോറിയൽ ഡിഗ്രി, എക്സാമ്പിൾ MD ഓർ PhD, ഏതെങ്കിലും ഒരെണ്ണം മതി. ഇതിൽ MD ആകാം അല്ലെങ്കിൽ PhD ആകാം. മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. ബോർഡ് സർട്ടിഫിക്കേഷനുമായിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസർ. അപ്പൊ എന്തുമായിട്ടാണ് നോക്കിയേ? പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. മാറിപ്പോയില്ലോ. ആരാണ്? who provide the supervision of technical and scientific function. ടെക്നിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ഫങ്ഷൻസ് ആ കാര്യങ്ങളുടെ മേൽനോട്ട് ആരാണ്? അവിടെ ആരാ നോക്കുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നു. ക്ലിയർ ആണോ നോക്കിയേ? രണ്ടാമത്തത് രണ്ടും ഓക്കെ അല്ലേ? ഒന്നാമത്തത് നമ്മൾ ഏറ്റവും ഹൈറാർക്കിയിൽ ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ലബോറട്ടറി ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ? അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ടെക്നിക്കൽ സയന്റിഫിക് ഫങ്ഷൻസ്, ലാബിലെ ടെക്നിക്കൽ സയന്റിഫിക് ഫങ്ഷൻസ് അതിന്റെ സൂപ്പർവിഷൻ. പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ഇനി അടുത്ത മൂന്നാമത്തെ ജനറൽ സൂപ്പർവൈസർ ആണ്. മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. അതേ സെയിം പേഴ്സൺ ആകാം അവിടെ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. മേ ബി ദ സെയിം പേഴ്സൺ ലാബ് ഡയറക്ടറോ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസറോ അതിന്റെ സെയിം പേഴ്സൺ ആകാം. ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് എക്സ്പീരിയൻസ്. MLS or MT or MLT may be qualified. ഒന്നില്ലെങ്കിൽ MLS അല്ലെങ്കിൽ MT or MLT ക്വാളിഫിക്കേഷൻ നേടിയിരിക്കാം. ആ മൂന്നെണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെക്കണം. MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ മുകളിൽ സ്ഥലം ഉണ്ടല്ലോ അല്ലെ? ആ മുകളിൽ ഹൈറാർക്കിയുടെ മുകളിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് എഴുതി വെച്ചാലും മതി. ML അതായത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഫോം എക്സ്പാൻഡ് MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. SCIENTIST സയന്റിസ്റ്റ്. MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. TECHNOLOGIST ടെക്നോളജിസ്റ്റ്. TECHNOLOGIST ടെക്നോളജിസ്റ്റ്. അടുത്ത് നോക്കിയേ MLT ആരാ നോക്കിയേ? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഈ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്. ലാബിനെ അവിടുത്തെ എക്സ്പീരിയൻസ് അതിനെ ബേസ് ചെയ്തിട്ട് MLS ഓ MT ഓ ഓർ MLT may be qualify. ആ യോഗ്യത അദ്ദേഹം നേടിയേക്കാം.
ജനറൽ സൂപ്പർവൈസർ. മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം കിട്ടിയില്ലേ? MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, MT എന്ന് പറഞ്ഞ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഈ ജനറൽ സൂപ്പർവൈസർ അദ്ദേഹം എന്താ ചെയ്യേണ്ട? റെസ്പോൺസിബിലിറ്റി എന്താ? provides the supervision of day-to-day functions of the lab. എന്താ ചെയ്യേണ്ടത് അദ്ദേഹം? ആ ലാബിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. മൊത്തത്തിൽ നോക്കൊന്നും വേണ്ട, ഓരോ ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം അത് ജനറൽ സൂപ്പർവൈസർ. പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് day-to-day functions of the lab. അത് മതി. ലാബിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ സൂപ്പർവിഷൻ ജനറൽ സൂപ്പർവൈസർ. അടുത്തതാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ഉണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, അസോസിയേറ്റഡ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT or certificate program. Licensure or certification may be required, may be employee. അദ്ദേഹം MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് കിട്ടിയ ആളായിരിക്കും. MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് കിട്ടിയ ആളായിരിക്കും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യണ്ടേ? പെർഫോം customary test and quality control on test under the supervision of MLS or MT. MLS ആരാ പറഞ്ഞത്? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റിന്റെയോ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന്റെയോ അദ്ദേഹത്തിന്റെയോ സൂപ്പർവിഷൻ, അദ്ദേഹത്തിന്റെ കീഴില് ഈ എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് റിസൾട്ടുകൾ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങള് നിയന്ത്രിക്കണം. MLS-ന്റെയോ MT-യുടെയോ മേൽനോട്ടത്തിൽ ടെസ്റ്റുകളിലുള്ള പതിവ് പരിശോധനകളും അതിന്റെ ഗുണനിലവാരവും ഒക്കെ അദ്ദേഹം നോക്കണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് അദ്ദേഹം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന്റെയോ സൂപ്പർവിഷനിൽ അദ്ദേഹത്തിന്റെ കീഴില് അവരുടെ കീഴില് എന്ത് ചെയ്യണം? ലാബ് ടെസ്റ്റുകൾ നിർവഹിക്കണം. അതിന്റെ ഗുണനിലവാരം ക്വാളിറ്റി കൺട്രോള് ഓൺ ടെസ്റ്റിന്റെ ക്വാളിറ്റി കൺട്രോള് ആ ടെസ്റ്റുകളൊക്കെ നിർവഹിക്കുക. ലാസ്റ്റത്തെയാണ് ഫ്ലെബോട്ടോമിസ്റ്റ്, PBT. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സ്പാൻഡ് PBT. PBT എന്ന് പറഞ്ഞാൽ ഫ്ലെബോട്ടോമിസ്റ്റ് ആണ്. ഫ്ലെബോട്ടോമിസ്റ്റ് അദ്ദേഹം നോക്കിയേ, ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. വലിയ ഡിഗ്രി ഒന്നും വേണ്ട, ഹൈസ്കൂൾ ഡിഗ്രി മതി. അതുപോലെ ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. അദ്ദേഹം gathers blood sample from patients for the lab test. അദ്ദേഹം എന്താ ചെയ്യുന്നേ? ബ്ലഡ് സാമ്പിളുകൾ എടുക്കാണ് പേഷ്യൻസിൽ നിന്ന് ഫോർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ എടുക്കുന്നു. അപ്പൊ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആളാരാണ്? ഫ്ലെബോട്ടോമിസ്റ്റ്. എക്സാമിൽ ചോദിക്കാറുണ്ട്, അത് നോട്ട് ചെയ്യണം. gathers blood sample from patients for the lab test. ലാബ് ടെസ്റ്റിന് വേണ്ടി പേഷ്യൻസിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്ന ആള് അദ്ദേഹത്തെ പറയുന്ന പേരാണ് ഫ്ലെബോട്ടോമിസ്റ്റ്. അത് ഷോർട്ട് ഫോം നോക്കിയേ, PBT ആണ്. ഇവിടെ എക്സ്പാൻഡ് PBT എന്ന് വയ്ക്കാം. ആരാണത്? ഫ്ലെബോട്ടോമിസ്റ്റ്. അപ്പൊ അത്രയാണ് ആ ഹയറാർക്കിയില് പൊസിഷൻ നമുക്ക് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ നോക്കിയേ? ലബോറട്ടറി ഡയറക്ടർ ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ത് ചെയ്താൽ മതി? ടെക്നിക്കൽ സയന്റിഫിക് ഫങ്ഷൻസ് അതിന്റെ മേൽനോട്ടം മതി. ജനറൽ സൂപ്പർവൈസർ ആണെങ്കിലോ day-to-day ഫങ്ഷൻസ് ലാബിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നടത്തണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്താ ചെയ്യണ്ടേ? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന്റെയോ കീഴില് അവരുടെ സൂപ്പർവിഷനില് എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ നിർവഹിക്കുക, ക്വാളിറ്റി ടെസ്റ്റുകളുടെ ക്വാളിറ്റി ഗുണനിലവാര നിയന്ത്രണം ഇത് ചെയ്യുക. ഇനി ലാസ്റ്റ് പറഞ്ഞത് ഹയറാർക്കിയിലെ ഏറ്റവും താഴെ വരുന്നത് ഫ്ലെബോട്ടോമിസ്റ്റ് ആണ്, PBT. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ പേഷ്യൻസിൽ നിന്ന് ബ്ലഡ് സാമ്പിളുകൾ ശേഖരിക്കുക. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. gather the blood sample from patient. ആരാണ്? ഫ്ലെബോട്ടോമിസ്റ്റ്. ക്ലിയർ ആണോ എന്ന് നോക്കിയാ ടേബിള്? നിങ്ങൾ ഫുള്ളൊന്നും നോക്കണ്ട, അതിനകത്ത് ആ ടേബിള് പൊസിഷനും നോക്കണം, അതിന്റെ റെസ്പോൺസിബിലിറ്റീസും പഠിക്കണം. ക്ലിയർ അല്ലേ അത്? യെസ്. ഇനി അടുത്തത് നോക്കിയേ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങള്. ഇൻഫ്രാസ്ട്രക്ചർ
എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ നോക്കി. Infrastructure of the laboratory changes with the needs of the clinical research or services provided by the laboratory. അതായത് നമ്മളെ ഈ ലാബിന്റെ സൗകര്യങ്ങൾ വ്യത്യാസപ്പെടും. അവിടെ ഏത് തരത്തിലുള്ള സർവീസ് ആണ് അല്ലെ, ക്ലിനിക്കൽ സർവീസ് ഏതൊക്കെ ടെസ്റ്റുകൾ കാര്യങ്ങളാണ് നടത്തുന്നത്, അതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ലാബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യത്യാസപ്പെടാം. അതിന്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ചേഞ്ചസ് എന്തനുസരിച്ച് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ലബോറട്ടറി. അല്ലെ, ഏത് തരത്തിലുള്ള സർവീസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരുടെ ലാബിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാം. But the basic needs should meet the regulatory and the international standards. എന്നാൽ ഒരു ലാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ആവശ്യകതകള് എങ്ങനെയാ, ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കണം. അത് തോന്നിയ രീതിയിലൊന്നും പാടില്ല. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ആ ലാബിന്റെ ഒരു ബേസിക് നീഡ്സ് പാലിക്കണം. അതനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ വേണമെന്നുണ്ട്. അവിടെ ബേസിക് നീഡ്സ് അടിസ്ഥാന ആവശ്യങ്ങള് എങ്ങനെയായിരിക്കണം, ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നിയന്ത്രിതമായിട്ടുള്ള അന്താരാഷ്ട്രമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ഡയറക്ട്ലി അഫക്റ്റ് the quality of the research data, efficiency and the safety of laboratory workers. ഈ ലാബിന്റെ സൗകര്യങ്ങള് അത് എന്തിനെ അഫക്ട് ചെയ്യും, നമ്മുടെ ഡേറ്റയുടെ ക്വാളിറ്റി, പിന്നെ ലബോറട്ടറിയുടെ നമുക്ക് കാര്യക്ഷമതയ്ക്കും ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റിക്കും അതിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നു. ഇപ്പൊ നല്ല ലാബ്, നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ലാബിന്റെ ലബോറട്ടറി വർക്കേഴ്സിന്റെ സുരക്ഷ, കാര്യക്ഷമത ഒക്കെ മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Infrastructure of the laboratory changes with the needs of the clinical research or service provided by the laboratory. അപ്പൊ laboratory provide ചെയ്യുന്ന സർവീസ് ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരാം. എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി എന്തിനെ അഫക്ട് ചെയ്യുന്നേ, ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്തേ. മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Infrastructure of the laboratory directly affect ഇതിനെ സ്വാധീനിക്കും quality of the research data, efficiency and the safety of laboratory workers. Laboratory workers ന്റെ കാര്യക്ഷമത, സേഫ്റ്റിനെ ഒക്കെ ബാധിക്കും. The management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of the laboratory. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു ലബോറട്ടറിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് എന്താണ് അവിടുത്തെ സ്റ്റാഫിന് സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ വേണം. എങ്കിലാണ് അവർക്ക് നല്ലൊരു ഒരു സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ എഫിഷ്യന്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അത് ആർക്കുടെ ഉത്തരവാദിത്വമാണ്, മാനേജ്മെന്റിന്റെ. മനസ്സിലായോ? മാനേജ്മെന്റ് ഓഫ് ദ ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ഫോർ പ്രൊവൈഡിങ് സഫീഷ്യന്റ് റിസോഴ്സസ്. സ്റ്റാഫുകൾക്ക്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യത്തിനായിട്ടുള്ള മതിയായിട്ടുള്ള വിഭവങ്ങൾ നൽകുക എന്നുള്ളത്. ഇതിനു വേണ്ടി അത് ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ ലബോറട്ടറി. ഒരു ലബോറട്ടറിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതും കൂടി അണ്ടർലൈൻ ചെയ്തവിടെ. ക്ലിയർ അല്ലേ അത്? ഇപ്പൊ ലബോറട്ടറി മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അവർക്ക് സ്റ്റാഫിന് ലബോറട്ടറിയിലെ സ്റ്റാഫിന് അവിടുത്തെ നല്ല വർക്കിംഗ് ചെയ്യാനായിട്ട് ആവശ്യത്തിലുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി അടുത്തതാണ് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ല ലബോറട്ടറി ഡിസൈൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. Good laboratory design should examine the following. ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഒന്നാമത്തെയാണ് സൈനേജ്. നിങ്ങൾ ലാബിൽ പോയിട്ടില്ലേ,
അവിടെ സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടോ? സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടോ? നമ്മൾ ലാബാവുന്നുണ്ട്, ലബോറട്ടറിയിൽ ഉണ്ടാവും. പിന്നെ അതിന്റെ താഴെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്ന സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. നമുക്കത് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സർവീസാണ് തരുന്നത്, റേറ്റ് എത്രയാണ്, ഇതൊക്കെ ആ സൈൻ ബോർഡിൽ ഉണ്ടാകും അല്ലെ. ലാബിന്റെ പേരുണ്ടാകും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കി സൈനേജ്. ഒന്നാമത്തെ കാര്യമാണ് സൈനേജ് എന്ന് പറയുന്നത്. ഒരു നല്ല ലബോറട്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്തെ സൈനേജ് വേണം. സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി, പുറത്തോ അകത്തോ, അതായത് നമുക്ക് ഈ അകത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അകത്ത് നമുക്ക് സൈനേജ് കൊടുക്കാം അല്ലെ. അതായത് അകത്ത് നമ്മള് ടെസ്റ്റിന്റെ കാര്യങ്ങള്, എന്തൊക്കെ ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നത്, ചിലപ്പോ അതിന്റെ റേറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും പേഷ്യൻസിനെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്ത് കൊടുക്കാം. ഇനി ഔട്ട്സൈഡ്, പുറത്തോ ലാബിന്റെ പേര് അല്ലെ, നമ്മള് രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോണ്ടാക്ട് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തും നമുക്ക് കൊടുക്കാം അല്ലെ. നമ്മള് പുറത്ത് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ലേ, പേരുണ്ടാവും, ലബോറട്ടറി പേര്, രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഫീസുകൾ, ചിലടത്ത് ഇന്ന ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, അതിന്റെ ഫീസും ചിലപ്പോ അങ്ങനെ ഫീസൊക്കെ ചിലപ്പോ അകത്തായിരിക്കും, ചിലപ്പോ നമ്മള് ടെസ്റ്റുകൾ ചെയ്യുമെന്ന് മിക്കവാറും കാണാണ്ടല്ലേ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കണ്ടിട്ടില്ലേ നിങ്ങള് ലബോറട്ടറിയിലെ സൈൻ ബോർഡ്? ലാബില് പുറത്തും അകത്തും ഉണ്ടാകാം. നോക്കിയേ, അതിനെ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഒരു ലബോറട്ടറി സൈനേജില് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? നെയിം, എന്താ ഒന്നാമത്തെ? ലാബിന്റെ പേര് പറയണം. രണ്ടാമത്തെ നോക്കിയേ, രജിസ്ട്രേഷൻ നമ്പർ, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ വേണം. പിന്നെ സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സർവീസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊക്കെയാണ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അത്. അടുത്ത വർക്കിംഗ് അവേഴ്സ് വേണ്ടേ, എത്ര സമയം വരെ എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. വർക്കിംഗ് മോർണിംഗ് 8 to 6 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഉണ്ടാവണം. അല്ലെങ്കിൽ ആൾക്കാര് എപ്പോഴെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പറ്റുമോ? അതെന്തായാലും അറിയേണ്ട, ഒരു പുറത്ത് സൈൻ ബോർഡിൽ വെക്കേണ്ടതാണ്. ലാബിന്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞ സമയം എഴുതി വെച്ചിട്ടുണ്ടാവും ലബോറട്ടറിയില്, അത് വേണം. പിന്നെ ആൻഡ് ദെൻ കോണ്ടാക്ട് നമ്പർ, കോണ്ടാക്ട് ചെയ്യാനുള്ള വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ. ദെൻ അടുത്ത് നോക്കിയേ, ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ്, പല ടെസ്റ്റുകൾക്കുള്ള ഫീസ്, ടെസ്റ്റ് ആൻഡ് സർവീസ്, അതിനുള്ള ഫീസുകളും സൈൻ ബോർഡില് ലബോറട്ടറിയില് സൈനേജിൽ ഉണ്ടാക്കും. ഇത് അകത്തും പുറത്തും ഉണ്ടാക്കും സൈനേജ്. അപ്പൊ നമ്മൾ പുറത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഉണ്ടാവും, അകത്തുള്ളതും ഉണ്ടാക്കും. ഓക്കെ, ലാബിന്റെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, എത്ര സമയം, അതൊക്കെ പുറത്തുണ്ടാവും അല്ലെ, ലാബിന്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞോണ്ട്. പിന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്നും ഉണ്ടാവും. അകത്തുള്ളതിലായിരിക്കും ചിലപ്പോൾ ഓരോ ടെസ്റ്റുകളും അതിന്റെ റേറ്റ്, ഫീസ് കാര്യങ്ങൾ അകത്തുള്ള സൈൻ ബോർഡിലാണ് വെക്കുന്നത്. എന്തായാലും അകത്തോ പുറത്തോ, അകത്തും പുറത്തും ഉണ്ടാവാം, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് രണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ സൈൻ ബോർഡുകൾ ഉണ്ടാക്കാം. അത് വേണം. ഒരു നല്ല ലബോറട്ടറി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കണം. സൈനേജ്. ഇനി അടുത്ത നോക്കിയേ, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. ഇനി അടുത്തത് നോക്കിയേ, അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങള്, സേഫ്റ്റി സൈനേജുകള്, നമുക്ക് അവിടെ ലാബില് ബാധകമായിട്ടുള്ള സേഫ്റ്റി സൈനേജ്, സുരക്ഷാ സിംബലുകള് ഉണ്ടാവില്ലേ? ഓരോ ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ കളക്ട് ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ സിംബലുകൾ ഉണ്ടാവില്ലേ? സാമ്പിൾ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. സേഫ്റ്റി സൈനേജ് കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ നമുക്ക് എന്താണ്, നമുക്കില്ല അത് അവിടെ ചെന്ന ആളുകൾക്ക് നമുക്കൊരു സുരക്ഷ, അവരുടെ ഇത് സുരക്ഷ ഉറപ്പുവരുത്താനാണ്. ഇന്ന സ്ഥലത്ത് അതാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ലാബില് ആ ഒരു ഇതുണ്ടാകും, സേഫ്റ്റി സൈനേജ് ഉണ്ടാകും. പിന്നെ അടുത്തത് നോക്കിയേ, എമർജൻസി പ്ലാൻ, ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ് എക്സെട്ര ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. എമർജൻസി പ്ലാൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ഫയർ എക്സിറ്റ് കണ്ടിട്ടില്ലേ? പിന്നെ എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ്, ചോർച്ചകൾ വരികയാണെങ്കിൽ, ലാബ് ആക്സിഡന്റ്സ്,
അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള പ്ലാനുകൾ, എമർജൻസി പ്ലാൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. കോൺസ്റ്റന്റ് പവർ സപ്ലൈ. കണ്ടോ, സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം. കറണ്ട് ഇല്ലാതിരിക്കാൻ പാടില്ല അല്ലെ, കറണ്ടൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ പാടില്ല. നമുക്ക് അവിടെ എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം. സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം, വെന്റിലേഷൻ വേണം, എൻവയോൺമെന്റൽ കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. വെന്റിലേഷൻ വേണം, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയിലൊക്കെ നമ്മൾ ഒരു മിനിമം കൺട്രോൾ ചെയ്യണം. നമ്മൾ ലാബിലാണെങ്കിലും ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ നമ്മൾ സ്പെസിമെൻസ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുക. അപ്പൊ അതൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേണം നമുക്ക് അവിടെ മിനിമൈസ് ചെയ്യാനായിട്ട്. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇതൊക്കെ എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. ഒത്തിരി ടെമ്പറേച്ചർ ഒക്കെ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ എന്താണ് നശിച്ചു പോകുകയൊക്കെ ചെയ്യാം. ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അത് കൺട്രോൾ ചെയ്യണം. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം, പ്രോപ്പർ ആയിട്ട് ലൈറ്റ് കാര്യങ്ങൾ വേണം. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. അടുത്ത പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഇപ്പൊ നമുക്കത് റെഫറൻസിന് വേണ്ടി വേറെ എങ്ങോട്ടെങ്കിലും മറ്റ് ബ്രാഞ്ചുകളിലേക്കൊക്കെ അയക്കൂലേ സാമ്പിളുകളെ. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞാൽ ഉണ്ടാവില്ല. ചിലപ്പോ ഇത് ബയോപ്സി ഒക്കെ ചെയ്യാനൊക്കെ വേറെ അതിന്റെ കുറച്ചും കൂടി ഉള്ള മറ്റ് ബ്രാഞ്ചുകളിലേക്കൊക്കെ സ്പെസിമെൻസ് ഒക്കെ അയക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മറ്റ് ബ്രാഞ്ചുകളുമായിട്ടുള്ള ആശയവിനിമയം. അപ്പൊ അത് വേറെ ഏതെങ്കിലും റെഫറൻസിനായിട്ട് മറ്റ് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം. ട്രാൻസ്പോർട്ട്, അതെ വീണ്ടും അടുത്ത പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് അത് കൊണ്ടുപോകാനുള്ള സൗകര്യവും വേണം. ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻസ് സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്. അപ്പൊ റെഫറൽ സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം വേണം. ആ റെഫറൽ സെന്റേഴ്സിലേക്ക് നമുക്ക് സ്പെസിമെൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് കൊണ്ടുപോകാനുള്ള സൗകര്യവും വേണം. ഓക്കെ, അടുത്ത നോക്കിയേ. ലാബ് ഏരിയ ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, radioisotopes, biohazards and lasers should be correctly marked with the proper warning sign. അത് സേഫ്റ്റി സയൻസിലൊക്കെ പറയാം. ലാബ് ഏരിയ കാർസിനോജൻ എന്ന് പറയുന്ന കെമിക്കൽസ്, റേഡിയം, യുറേനിയം തുടങ്ങിയ കെമിക്കൽസ്, കെമിക്കൽസുകൾ കേട്ടോ. കാർസിനോജൻ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസുകളില്ലേ, അത്. റേഡിയോ ഐസോട്ടോപ്പ് ആണ് ഞാൻ പറഞ്ഞത്. റേഡിയം, യുറേനിയം അങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ, ബയോഹസാർഡ്സ്, ലേസർ, ഇതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. പ്രോപ്പർ വാർണിംഗ് സൈനും കൊടുക്കണം അവിടെ. ലേസേഴ്സ് ആണ്, ലേസർ ഏരിയയാണ് കാർസിനോജൻ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വാർണിംഗ് സൈനുകൾ കൊടുക്കണം. അതനുസരിച്ച് മാർക്ക് ചെയ്യണം, സേഫ്റ്റിക്ക് വേണ്ടി തന്നെ. പിന്നെ അടുത്ത നോക്കിയേ. ടു എസ്ക്യൂ ക്രോസ് കണ്ടാമിനേഷൻ. എസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക, അവോയ്ഡ് എന്നുള്ള മീനിങ് ആട്ടോ. To avoid the cross contamination, the basic infrastructure facility should have a separated designated area for reception, for specimen collection, for waiting, for work area, disposal area, cleaning of glasswares, toilet facility, for staff and for patient. കണ്ടോ, ഇതിനെല്ലാം സെപ്പറേറ്റ് ഏരിയ വേണം. ഇതിനാ ക്രോസ് കണ്ടാമിനേഷൻ നമുക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് അവോയ്ഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ എന്ത് ചെയ്യണം? ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ ഇതിനൊക്കെ പ്രത്യേക ഏരിയ കൊടുക്കണം. അപ്പൊ റിസപ്ഷന് ഒരു ഏരിയ, സ്പെസിമെൻസ് കളക്ഷന് വേറെ ഏരിയ, ലാബിൽ അങ്ങനെ വേണം. അല്ലാതെ ഒറ്റ റൂമിൽ എല്ലാം കൂടിയും വെച്ച് കഴിഞ്ഞാൽ പറ്റൂല. അവിടെ ക്രോസ് കണ്ടാമിനേഷൻ വരാം, സംഭവിക്കാം അല്ലെ. ക്രോസ് കണ്ടാമിനേഷൻ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിന് ഓരോന്നിനും എന്ത് ചെയ്യണം? പ്രത്യേകം ഏരിയ ആ ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ കൊടുക്കണം. ക്ലിയർ ആണോ? To eschew the cross contamination, the basic infrastructure facility should have a separated designated area for reception, for specimen collection, for waiting. Patients ഇതൊക്കെ വന്ന് വെയിറ്റ് ചെയ്യാനുള്ളത്, വർക്ക് ഏരിയ, ഡിസ്പോസൽ ഏരിയ, ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ളത്, ക്ലീനിങ് ഓഫ് ഗ്ലാസ്വെയർ, ടോയ്ലറ്റ് ഫെസിലിറ്റി, അത് സ്റ്റാഫിന്റെ പേഷ്യന്റിന്റെ അങ്ങനെയൊക്കെ പ്രത്യേകം ഏരിയ കൊടുക്കണം. അതും ഇൻഫ്രാസ്ട്രക്ചറിൽ വേണം. പിന്നെ അടുത്തതാണ് സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് ചിലതൊക്കെ നമ്മൾ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊരു നമ്മൾ കുറച്ചും കൂടി ഫ്രീസ് ചെയ്തിട്ട് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വെക്കണം. ഇപ്പൊ സ്പെസിമെൻസ് ഒക്കെ നോർമൽ ഇതിനകത്ത് വെച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് ചീത്തയായി പോകാം.
whenever applicable, only authorized person should have access to examination area, record keeping area. പിന്നെ എല്ലായിടത്തേക്കൊന്നും എല്ലാവർക്കും ഓടിച്ചെല്ലാനൊന്നും പറ്റൂല. അതിന് അംഗീകാരമുള്ള, അതിന് അനുമതിയുള്ള സ്റ്റാഫിന് മാത്രം അങ്ങോട്ടേക്ക് എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയ അതിലേക്കുള്ള പ്രവേശനം ഉള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും ഓടിച്ചെന്ന് കയറാൻ പാടില്ല. അതിന് അനുമതിയുള്ളവർക്ക് മാത്രമേ ആ എക്സാമിനേഷൻ ഏരിയയിലേക്ക്, റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ ലാബ്, ഒരു നല്ല ലബോറട്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ രീതിയിലൊക്കെ ആയിരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയാ പോയിന്റ്സ്. ഏതെങ്കിലും പോയിന്റ്സ് പറയണമെന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സെവൻത് പോയിന്റ് പറയാം ട്ടോ. ഇനിയോ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് സൈനേജ്, സൈൻ ബോർഡുകൾ വേണം എന്തായാലും വേണം അല്ലെ. സൈൻ ബോർഡുകൾ നമ്മൾ വേണം. അത് അകത്തും വേണം പുറത്തും വേണം. അപ്പൊ നമ്മൾ അതിന് അകത്ത് ബാധകമായിട്ടുള്ള കാര്യങ്ങൾ അകത്ത്, അപ്പൊ ഓരോ സാമ്പിളുകൾ, ഓരോ ടെസ്റ്റുകൾ, അതിന്റെ ഫീസ് ഒക്കെ വേണമെങ്കിൽ അകത്ത് കൊടുത്താൽ മതി. എന്നാൽ പുറത്ത് നമുക്ക് ലാബിന്റെ പേരൊക്കെ പുറത്ത് തന്നെ കൊടുക്കേണ്ടതാ. രജിസ്ട്രേഷൻ നമ്പർ, വർക്കിംഗ് അവേഴ്സ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവര് ഓഫർ ചെയ്യുന്ന സർവീസ്, ഇതൊക്കെ നമുക്ക് പുറത്ത് വേണം. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തത്, ഒരു ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സൈനേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വിത്തിൻ ഒരു ഔട്ട്സൈഡ് ഉണ്ടാവും, പക്ഷെ രണ്ടിടത്തും വേണം. ഉള്ളിലോ പുറത്തോന്നാണ്, പക്ഷെ നമുക്ക് അകത്ത് ബാധകമായ കാര്യങ്ങൾ അവിടെ, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൈനേജ് വേണം. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് നമ്മുടെ സേഫ്റ്റി സൈനുകൾ, അത് വേണം. സൈനേജുകൾ വേണം സുരക്ഷ ഉറപ്പാക്കാനായിട്ട്. ഹെൽത്ത് സേഫ്റ്റി റെഗുലേഷൻസ് യൂസ് സേഫ്റ്റി സൈനേജുകൾ വേണം. പിന്നെ എമർജൻസി പ്ലാൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അത് വേണം. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം. പിന്നെ വെന്റിലേഷൻ വേണം. എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ ഒരു ലിമിറ്റഡ് ആയിരിക്കണം, കൺട്രോൾ ചെയ്യാനുള്ള ഇത് വേണം. ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വേണം. ലൈറ്റ് ഇല്ലാതിരിക്കാൻ പറ്റുമല്ലോ, ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യത്തിന് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വേണം അവിടെ. പിന്നെ അടുത്ത കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. ഇപ്പൊ റെഫറൽ, ഇപ്പൊ നമ്മുടെ മറ്റ് ബ്രാഞ്ച് ഉണ്ടാവാം, ഈ ലാബിന്റെ തന്നെ മറ്റ് ബ്രാഞ്ച് ഉണ്ടാവാം, അങ്ങോട്ടേക്ക് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഇപ്പൊ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് റെഫർ ചെയ്യാനുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. ഏഴാമത്തെ പോയിന്റ്, ഇവിടെ ഒരു കുട്ടി ചോദിച്ചു, ഏഴാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. ഏഴാമത്തെ എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓഫ് സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്. അപ്പൊ നമ്മുടെ മറ്റു ബ്രാഞ്ചിലേക്ക് അത് എന്താണ്, നമുക്ക് ഈ ബ്ലഡ് സാമ്പിൾ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. ഇപ്പൊ നമ്മളിവിടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തു, നമ്മുടെ മറ്റു ബ്രാഞ്ചിൽ അത് റെഫറൻസ് അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചിലേക്ക് നമുക്ക് ഒന്നോടെ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അയക്കണം. അപ്പൊ അങ്ങോട്ടേക്ക് അതിനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വേണം. ഓക്കെ, സ്പെസിമെൻസോ സാമ്പിളോ റെഫറൽ സെന്റേഴ്സിലേക്ക് അയക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും വേണം. എന്തെങ്കിലും വാഹനങ്ങളൊക്കെ വേണമല്ലോ അത് കൊണ്ടുപോകാനുള്ളതേ, അവർക്ക് മറ്റു ബ്രാഞ്ചിലേക്ക് ആ സ്പെസിമെൻ ഒക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വേണം. ക്ലിയർ ആയോടാ? ആരാണ് ചോദിച്ചത്? ഞാൻ പേര് പെട്ടെന്ന് നോക്കിയില്ല, സെവൻത് പോയിന്റിനെ കണ്ടോളൂ. ക്ലിയർ ആയോ? ചോദിച്ചാക്ക് ക്ലിയർ ആണോ? ഏഴാമത്തെ പോയിന്റ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അവർക്കുടെ റെഫറൽ സെന്റേഴ്സിലേക്ക് മറ്റു ബ്രാഞ്ചിലേക്ക് സ്പെസിമെൻസ് ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കൂടി വേണം. ക്ലിയർ ആണോ? പിന്നെ അടുത്തതാണ് ലാബ് ഏരിയ. 8th പോയിന്റ് ആണോ? എട്ടാമത്തെ പോയിന്റ്. ഓക്കെ, ലാബ് ഏരിയ ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ. കാർസിനോജൻ എന്ന് പറയുന്ന കെമിക്കൽസ്. ഇപ്പൊ ലാബിന് പല പല ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പല കെമിക്കൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്. റേഡിയോ ഐസോട്ടോപ്സുകൾ, റേഡിയോ ഐസോട്ടോപ്പ് അതും ഇതിനു വേണ്ടി, റേഡിയം, യുറേനിയം തുടങ്ങിയ ലാബിന്റെ എതിരായിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ, ബയോ ഹസാർഡ്സ് ആയിട്ടുള്ള കുറച്ച് ദോഷകരമായിട്ടുള്ള ഇപ്പൊ വേസ്റ്റ്, ബയോ ഹസാർഡ്സ് വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ തന്നെ ലേസറുകള്, ഇതൊക്കെ നമുക്ക് പ്രത്യേകം മാർക്ക് ചെയ്യണം.
ആൻഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻ. കറക്റ്റ് മാർക്ക് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ കെമിക്കൽസ് ആണെങ്കിൽ നമ്മൾ അവിടെ കാർസിനോജൻസ്, അപ്പൊ അത് അങ്ങനെ പ്രത്യേകം നമ്മളത് ലേബൽ ചെയ്ത് വാർണിംഗ് സൈനും അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെന്ന് എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആ ലാബ് ഏരിയ, ആ ഏരിയ ഇപ്പൊ ഇതൊക്കെ കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു റൂം ആണെങ്കിലേ അവിടെ നമ്മൾ അതിൻ്റെതായ വാർണിംഗ് സൈനുകൾ കൊടുക്കണം. പ്രോപ്പർ ആയിട്ട് അത് മാർക്ക് ചെയ്ത് വാർണിംഗ് സൈൻ കൊടുക്കണം. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല, നോ എൻട്രി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് ഹൈലി ഹസാഡസ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനൊരു വാർണിംഗ് സൈന് കൊടുത്ത് കറക്റ്റ് മാർക്ക് ചെയ്യണം. സേഫ്റ്റിക്ക് വേണ്ടി തന്നെ കേട്ടോ. അങ്ങനെയുള്ള ഏരിയകൾ പ്രത്യേകം വാർണിംഗ് സൈനുകൾ കൊടുക്കണം. ക്ലിയർ ആയോ? പോയിന്റാമത്തെ ഈ കെമിക്കൽസും റേഡിയോ ഐസോട്ടോപ്സും ഹസാഡസ് ആയിട്ടുള്ളതും ലേസറുകളും ഈ ഒരു ഇതൊക്കെ വരുന്ന ലാബിന്റെ ഏരിയ പ്രത്യേകം അവിടെ മാർക്ക് ചെയ്യണം. വാർണിംഗ് സൈനുകൾ കൊടുക്കണം അവിടെ. പിന്നെ അടുത്തതാണ് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേക ഏരിയ വേണം. റിസപ്ഷൻ ഒരെണ്ണം, സ്പെസിമെൻ കളക്ഷന് വേറെ ഏരിയ, അങ്ങനെ ഓരോ ഏരിയകളും തിരിക്കണം. പിന്നെ അടുത്ത് നമ്മൾ കോൾഡ് സ്റ്റോറേജ് വേണം. അതായത് ഈ സ്പെസിമെൻ സാമ്പിളുകളൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള അതിനുള്ള സംവിധാനം വേണം. പിന്നെ എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്കൊക്കെ അതിന് അനുമതിയുള്ള അങ്ങോട്ടേക്ക് അനുമതിയുള്ളവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ലാബിന് വായിക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു ലബോറട്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ലെവൽസ് ഓഫ് ലബോറട്ടറി ആണ്. ഇത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ലെവല് നമുക്ക് ചോദിക്കാം ഇതിനകത്ത് വരുന്നതാണത്. മെഡിക്കൽ ലബോറട്ടറി അക്കോർഡിംഗ് ടു NABL are divided into 4 as belows. ഈ NABL നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. NABL മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL അനുസരിച്ച് മെഡിക്കൽ ലബോറട്ടറിനെ നമുക്ക് ഇവിടെ നാലാക്കി തിരിക്കാം. അതായത് സൈസ് അനുസരിച്ച്, അതിന്റെ സൈസ് അനുസരിച്ച്, ലാബിന്റെ വലിപ്പം സൈസ് അനുസരിച്ച് നമുക്ക് 4ആയി തിരിക്കാം. NABL എന്നുള്ളത് ഒന്ന് എഴുതി വെച്ചോടെ. താഴെ സ്ഥലം ഉണ്ടല്ലോ, ടി എന്നുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം എഴുതിക്കേ. നാഷണൽ അക്രഡിറ്റേഷൻ ACCREDITATION നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് BOARD ബോർഡ് ഫോർ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് TESTING testing and calibration 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 laboratories LABORATORIES. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. NABL വേറെ ചാപ്റ്റേഴ്സിലും വരും. അപ്പൊ നോക്കി വെക്കുക. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. ഒന്നോടെ പറയാമോ? ഓക്കെ, നാഷണൽ NABL എന്നുള്ളത് എക്സ്പാൻഡഡ് ഫോം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നാഷണൽ എന്ന് പറഞ്ഞാൽ നാഷണൽ, ഏത് പറഞ്ഞ അക്രഡിറ്റേഷൻ ACCREDITATION accreditation. B board for testing and calibration 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 in laboratories LABORATORIES laboratories. Okay,
അപ്പൊ മെഡിക്കൽ ലബോറട്ടറിനെ ഇങ്ങനെ അക്കോർഡിംഗ് ടു NABL അനുസൃതമായിട്ട് മെഡിക്കൽ ലബോറട്ടറിനെ നമുക്ക് 4 ആക്കി തിരിക്കാം. അത് അതിന്റെ സൈസ് അനുസരിച്ചിട്ടാട്ടോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്. ആ പ്ലേസ് സ്ഥലം പരിഗണിക്കാതെ സൈസ് അനുസരിച്ച് 4 ആക്കി തിരിക്കാം. They are operating and equally applicable to both the public and private sectors. പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സിന് ഈക്വലി ആപ്ലിക്കബിൾ ആണെന്ന്. അപ്പൊ അതിനകത്ത് ലാബുകളെ 4 ആയിട്ട് സൈസ് അനുസരിച്ച് 4 ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റത്തെ ആണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. സ്മോൾ സൈസ്ഡ് നോക്കിയേ, ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് ഓഫ്, എത്ര സാമ്പിൾ വരെയും അവിടെ സ്വീകരിക്കും? അപ് ടു 100 or 100 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. 100 വരെ അത്രയും പേഷ്യൻസിന്റെ സാമ്പിളുകളെ സ്വീകരിക്കുള്ളൂ. ആ ലബോറട്ടറിയാണ്, ചെറുതാണ്, സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ആ നമ്പർ ഒന്ന് നോക്കി വെച്ചാൽ മതി. സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാൽ അപ് ടു 100, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ലബോറട്ടറി ദാറ്റ് റിസീവ്സ് ദ സാമ്പിൾസ് ഓഫ് അപ് ടു 100 വരെ, 100 വരെയുള്ള പേഷ്യൻസിന്റെ സാമ്പിളുകൾ റിസീവ് ചെയ്യുന്ന ലബോറട്ടറി സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ഇനി മീഡിയം സൈസ്ഡ് നോക്കിയേ, a laboratory that receive sample of up to 101 to 400. നോക്കിയേ, 101 മുതൽ 400 വരെ. അപ്പൊ 100 വരെ നമ്മുടെ സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയാണ്. നോക്കിയേ, 101 മുതൽ 400 വരെ ഏതാണ്? മീഡിയം സൈസ്ഡ് ലബോറട്ടറി. എളുപ്പല്ലേ? അപ് ടു 101 to 400 അത്രയും നോക്കിയിരിക്കാം. ഇനി ലാർജ് സൈസ്ഡ് ലബോറട്ടറിയോ, ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് മോർ ദാൻ 401 to 1000. അവിടെ വരെ ഉണ്ടോ? മോർ ദാൻ, അതിൽ കൂടുതൽ 401 മുതൽ എത്രയാണ്? 1000 വരെ പേഷ്യൻസിന്റെ സാമ്പിള് റിസീവ് ചെയ്യുന്ന ലബോറട്ടറി. എന്നാൽ വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി നോക്കിയേ, ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ്, മോർ ദാൻ 1000 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. ആയിരത്തി കൂടുതൽ. അപ്പൊ റേഞ്ച് നോക്കിയാൽ 100 വരെ സ്മോൾ സൈസ്ഡ്, 401 മുതൽ 400 വരെ മീഡിയം സൈസ്ഡ്, 401 മുതൽ 1000 വരെ ലാർജ് സൈസ്ഡ്, then very large law more than 1000. 1000 കൂടുതലാകുമ്പോൾ ഏത് ലബോറട്ടറിയാ? വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. ക്ലിയർ ആണോ നോക്കിയേ? അവിടെ ഒന്ന് ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചേ. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിച്ച് കാണാറുണ്ട്. ക്ലിയർ ആണോ? നിങ്ങളുടെ സ്ക്രീനിന്റെ അടിയിൽ തമ്പ് വന്നോണ്ടാണോ? നിങ്ങൾ തമ്പിടാത്തോണ്ടാണോ? നീ ഉറങ്ങിപ്പോയോ അവിടെ ഇരുന്ന്? ക്ഷീണാണോ? ചൂടൊക്കെ കാരണം? തമ്പൊക്കെ ഉണ്ട് അല്ലേ? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണ സമയമായിരിക്കും അല്ലേ? കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒക്കെ ഉള്ള കാരണം ഇങ്ങനെ ക്ലാസ്സിൽ കുത്തി പിടിച്ചിരിക്കണമെന്നുള്ളൂ. ചൂടില്ലേ പിള്ളേരെ? വെള്ളമൊക്കെ കുടിക്കണോട്ട് ഇടയ്ക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും കയറുമ്പോൾ പറയണയാണ്, ചൂടാണ്, നമുക്ക് ഭയങ്കര ക്ഷീണാണ്, ജോലിയും ഒക്കെ കൂടിയൊക്കെ ആകുമ്പോ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാം, ഒന്ന് കഴുകി ഫ്രഷ് ആവുക. ഓക്കെ, അവർക്ക് വന്നവരൊക്കെ ഒന്ന് എനിക്ക് നിന്നിട്ടിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ആ ലബോറട്ടറിനെ നമ്മൾ എന്തനുസരിച്ച് ആ വലിപ്പം അനുസരിച്ച് സൈസിനനുസരിച്ച് നമുക്ക് 4 ആയി തിരിക്കാം. ഇനി അടുത്ത ഒരെണ്ണം കൂടി പറയണ്ടേ, ഈ നോക്കിയ മൾട്ടിപ്പിൾ ലൊക്കേഷൻ അനുസരിച്ച് ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്തിൻ സെയിം ലീഗൽ ഐഡന്റിറ്റി. ഒരേ ഐഡന്റിറ്റിയിലുള്ള സെയിം ഡിസ്ട്രിക്റ്റില് ഒന്നിലധികം ലബോറട്ടറികൾ ഉണ്ട്. അതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ കാണാറുണ്ടല്ലോ അല്ലേ? സെയിം ഐഡന്റിറ്റിയിൽ നമ്മള് സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ പല ലൊക്കേഷനിലുള്ള ലബോറട്ടറീസ്, ഇതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. ലബോറട്ടറി ഹാവ് മോർ ദാൻ 1 ലൊക്കേഷൻ. അപ്പൊ അതറിയാം, മോർ ദാൻ 1 ലൊക്കേഷൻ, മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് നോക്കാനുള്ളത് എക്യുപ്മെന്റ്സ് ആണ്. ഇനി ലാബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിംഗ് മാത്രം ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് ടെക്നീഷ്യന്മാര് നമുക്ക് എന്താ സ്റ്റാഫുകൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. ഓരോ ടെസ്റ്റുകൾ ചെയ്യാനും അതിന് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം നമുക്ക് ലാബിൽ അല്ലേ? Each laboratory should arrange a list of equipments needed for functioning of the laboratory.
depending on kind of the test performed. Underline ചെയ്തോ? ഓരോ ലബോറട്ടറിയിലും അവിടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അതിന്റെ ഒരു ലിസ്റ്റ് വേണം. ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ അവിടെ ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് നിർവഹിക്കുന്നത് അതിനനുസരിച്ച് മതി. ഇപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ ടെസ്റ്റാ ചെയ്യണേ അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് പോരെ അല്ലെ? അവിടെ ചെയ്യാത്ത ടെസ്റ്റിന് വേണ്ട എക്യുപ്മെന്റ്സ് ആവശ്യമില്ലല്ലോ അവിടെ. അപ്പൊ എന്താണ് അവിടെ ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് നിർവഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓരോ ലാബിലും അറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? ഓരോ ലബോറട്ടറിയിലും ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ് വേണം. അതെങ്ങനെയാ? അവരുടെ പ്രവർത്തനം അവിടെ എന്തൊക്കെ ടെസ്റ്റുകളാ ചെയ്യണേ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് വേണം. അതിനെയാണ് പറഞ്ഞേക്കണേ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ദ ടെസ്റ്റ് പെർഫോം. അവിടെ ഏത് തരത്തിലുള്ള ടെസ്റ്റ് ആണോ അവിടെ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്. ഇനി നോക്കിയേ, എക്യുപ്മെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എന്തൊക്കെയാ എക്യുപ്മെന്റ്സ് പറഞ്ഞതൊക്കെ? കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സുകള്, മെഷറിംഗ് സിസ്റ്റം, മെഷർ ചെയ്യാനുള്ളത്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, LIS, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ദ ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. ഈ കാര്യങ്ങള് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി പറയുന്ന കാര്യങ്ങള് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, എന്തൊക്കെ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഒന്നാമത്തെ എങ്ങനെയാണ്? എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ to meet the requirements of the laboratory with regard to design and capacity. എങ്ങനെ വേണം എക്യുപ്മെന്റ്സ് തിരഞ്ഞെടുക്കാൻ? നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് വെച്ചാൽ പോരാ. റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി, ലബോറട്ടറിയിലെ ആവശ്യകതകൾ, ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്, അവിടെ ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണം, ആ രീതിയിലായിരിക്കണം. ആ ലബോറട്ടറിയുടെ ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വേണം എക്യുപ്മെന്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്? ലബോറട്ടറിയിലെ ആവശ്യകതകള് അത് പാലിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ വേണം തിരഞ്ഞെടുക്കാൻ. വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. എന്തുമായി ബന്ധപ്പെട്ട്? ലാബിന്റെ ഡിസൈൻ, കപ്പാസിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നോക്കിയേ, all the equipment should be qualified before it is taken for clinical use. ഇനി അടുത്തത്, എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ക്വാളിഫൈഡ് ആയിരിക്കണം എല്ലാവരും. ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. ക്ലിനിക്കൽ ഉപയോഗത്തിന് എടുക്കുന്നതിന് മുന്നേ എല്ലാ എക്യുപ്മെന്റ്സിനും ക്വാളിഫൈഡ് ആയിരിക്കണം. അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ എടുത്തു കഴിയുമ്പോൾ അല്ല നമ്മൾ നോക്കുന്നത്. ആ ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കും എടുക്കുമ്പോഴല്ല അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കണത്. എല്ലാത്തിന്റെയും ക്വാളിഫൈഡ് ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് ഒക്കെ ആയിരിക്കണം. All the equipment should be in usable condition all the times. കണ്ടോ? ഇനി അടുത്ത് നോക്കിയേ, എല്ലാ എക്യുപ്മെന്റ്സും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ അത് കേടായി കിടക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലായിരിക്കണം എല്ലാ സമയത്തും. ഇപ്പൊ പെട്ടെന്നായിരിക്കും ഒരു ഇത് വന്നത്. അപ്പൊ അതിന് വേണ്ട ആ ടെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടേ അതവിടെ ഓക്കെ. അതവിടെ എന്താണ് ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം. എപ്പോഴും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. 3 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ എക്യുപ്മെന്റ്സ് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം? നമുക്ക് ആ ലാബിന്റെ ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. അതായത് എന്ത് ടെസ്റ്റ് അവിടെ നടത്തുന്നത് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം. നമ്മൾ നടത്താത്തൊരു ടെസ്റ്റിന്റെ നമ്മുടെ ലാബിൽ ചെയ്യാനുള്ള ആ ടെസ്റ്റിന്റെ എക്യുപ്മെന്റ്സ് വെറുതെ മേടിച്ച് തലമേലെടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലാബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കണം. വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. അതിന്റെ ഡിസൈൻ കപ്പാസിറ്റി അതുമായിട്ട് സംബന്ധിച്ചിട്ട്. പിന്നെ അടുത്തത്, എല്ലാ എക്യുപ്മെന്റ്സും ക്വാളിഫൈഡ് ആയിരിക്കണം. അത് ക്ലിനിക്കൽ യൂസിന് എടുക്കുന്നതിന് മുന്നേ എല്ലാം നല്ല ഗുണനിലവാരം ഉള്ളതായിരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ എന്താ? എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ സമയത്തും ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കും.
All equipment should be in usable condition or at all times. ആ സമയത്തും യൂസബിൾ കണ്ടീഷൻ ആയിരിക്കണം. ഇനി ഒരു പോയിന്റ് കൂടി പറയാം നമുക്ക്. നോക്കിയേ, റെഗുലർ ഇൻസ്പെക്ഷൻ, പതിവായിട്ട് ഈ എക്യുപ്മെന്റ്സുകൾ പരിശോധന നടത്തണം. ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ക്ലീൻ ചെയ്യണം, അത് നല്ല രീതിയിൽ പരിപാലിക്കണം. ഷുഡ് ബി പെർഫോംഡ്, അത് നമ്മൾ നിർവഹിക്കണം. റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. Maintenance performed as per the recommendation of the manufacturer or more as required. Example with the overuse or aging of equipments. പിന്നെ അത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളത് മാനുഫാക്ചറിന്റെ അതിന്റെ നിർമ്മാതാവ് അതിന്റെ ശുപാർശ പ്രകാരമോ ആവശ്യത്തിനോ അനുസരിച്ച് നമ്മൾ കൂടുതൽ മെയിൻ്റെനൻസ് കാര്യങ്ങള് അത് ചെയ്യണം. കൂടുതൽ വിത്ത് ഓവർ യൂസ്, വിത്ത് അമിതമായിട്ട് അത് ഉപയോഗിക്കോ ഓർ ഏജിങ് എക്യുപ്മെന്റ്സ് കാലപ്പഴക്കം വരുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മെയിൻ്റെനൻസ് ചെയ്യണം. കൂടുതലായിട്ട് ആസ് റിക്വയർഡ്. എക്സാമ്പിൾ വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ്, കാലപ്പഴക്കം വരികയാണ്, എക്യുപ്മെന്റ്സിന് ഏജിങ് ആവുകയാണ്, കാലപ്പഴക്കം വരികയാണ്, ഓവർ യൂസ് ഒക്കെ ആണെങ്കിൽ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അവിടെ മെയിൻ്റെനൻസ് നിർവഹിക്കണം. അപ്പോ അത്ര നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മതി കേട്ടോ. പെർഫോംഡ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. അത് വലിയ സെന്റൻസ് ആയിട്ടൊന്നും കുത്തിപ്പിടിച്ചൊന്നും വായിക്കണ്ട. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ എക്യുപ്മെന്റ്സ് നമ്മള് ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ്, ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നല്ലേ പറഞ്ഞേക്കണേ. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ 4 പോയിന്റ്സിലും നമ്മൾ എക്യുപ്മെന്റ് എന്നുള്ളൊരു പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. എക്യുപ്മെന്റ്സ് എല്ലാം നമ്മളിപ്പോ ഇന്ന് പറഞ്ഞ 4 പോയിന്റ്സിലും എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു പേര് തന്നെയുണ്ട്. അപ്പൊ നമുക്കറിയാം, സാധാരണ കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ക്ലിയർ ആയില്ലേ? ലാബിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള എക്യുപ്മെന്റ് വേണം. പിന്നെന്താ, ക്ലിനിക്കൽ യൂസിന് അത് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സും ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ എല്ലാ സമയത്തും എല്ലാ എക്യുപ്മെന്റും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. പിന്നെ നമ്മൾ എക്യുപ്മെന്റ് റെഗുലർ ആയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യണം, അത് എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യണം. അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് നിർവഹിക്കണം. 4 പോയിന്റ്സും ഓക്കെയാണ് അല്ലെ? ഇനി ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മൺഡേ അല്ലേ നമുക്ക് ഇനി വന്നെ മൺഡേ ഉണ്ട്. അപ്പൊ ബാക്കിയത്തെ നമുക്ക് നോക്കാം. നല്ല ചാപ്റ്റർ ആണ് ഇത്, ലബോറട്ടറി. ഒരുപാട് കാര്യങ്ങൾ നമുക്കത് അറിയാനുണ്ട്. പിന്നെ സിമ്പിൾ ആണ്. ഓക്കെ, എന്നാ ബാക്കിയൊക്കെ നാളെ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഒന്നും നിങ്ങളുടെ വിശേഷങ്ങളൊന്നും നമുക്ക് ചോദിക്കാനുള്ള സമയമില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ക്ലാസ്സിന്റെ ഡിസ്റ്റർബൻസ് ആണ്. ഒത്തിരി കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടല്ലോ, അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ എന്താ, നിങ്ങളുടെ മെസ്സേജ് ഞാനിവിടെ ഓരോരുത്തർക്കൂടി വായിച്ചാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ തമ്മിടുമ്പോ പിന്നെ നമുക്കറിയാലോ, അസുഖമാ മിസ്സേ എന്റെ പിള്ളേർക്കൊക്കെ എക്സാം ആണല്ലേ, അതിന്റെ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അമ്മമാരൊക്കെ. അതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് ഇനി എക്സാം കഴിയണവരെ ഈ 1 മാസം ടെൻഷൻ അടിച്ചെടുക്കുകയാണല്ലേ. പിള്ളേര് ഫ്രീ ആയിട്ട് നോക്കോളും, ഒരു പ്രശ്നമില്ല. വീട്ടിലുണ്ട് 2 മക്കള്, 2 പേരും എക്സാമിന് പോയേക്കാം. ഉച്ചയ്ക്കാണ് അവർക്ക് എക്സാം, 1:30ക്കാണ് എക്സാം. അപ്പൊ 2 പേരും പോയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, വരുമ്പോ അറിയാം. ഞാൻ ചോദിച്ചിട്ട് എല്ലാം പഠിച്ചോന്ന് അറിഞ്ഞേ. ഇത് പഠിക്കുന്നൊക്കെ പറഞ്ഞ് രാവിലെ ഞാൻ പോന്നു. അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞാ അറിഞ്ഞത്. ഓക്കെ, എന്തായാലും ഇപ്പൊ അമ്മമാരൊക്കെ ആ കുട്ടികൾ പഠിക്കുമ്പോഴും നമ്മളും കൂടി കുറച്ച് സമയം കൂടി അതിന്റെ ഒപ്പം തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അതൊന്ന് എടുക്കണത് കൃത്യമായിട്ട് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് അവരുടെ വെക്കേഷൻ ഒക്കെ ആവുമ്പോൾ ഇരുന്ന് പഠിക്കാലോ. പിന്നെ അവരെ പഠിപ്പിക്കാനോ ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേരും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.